കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമദ് വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾക്കിവിടെ സുഖമാണ്. എല്ലാവരും പിള്ളേരെ സ്കൂളിൽ വിടുന്ന തിരക്കിലല്ലേ? ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നുമില്ലായേ. ഞങ്ങളുടെ ചക്കിക്ക് റെസ്റ്റ് ആണല്ലോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഇറക്കി വെച്ച് ഞങ്ങൾ പതുക്കെയാണ് ചായ വയ്ക്കുന്നതും ചോറ് വയ്ക്കുന്നതും ജോലിയൊക്കെ. ഞങ്ങൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചാണ് ജോലി ചെയ്യുന്നത്. എന്നെ സഹായിക്കാൻ ചക്കിയുണ്ട് എൻ്റെ കൂടത്തിൽ. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ ഇടുവാണ്. ഞങ്ങളുടെ കിച്ചുമോൻ പോയി, അവനിക്ക് കോളേജുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സ്കൂളിലൊന്നും പോയില്ല. എൻ്റെ നെറ്റ് മുറിഞ്ഞ് സ്വിച്ച് ഇട്ടേക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് സ്കൂളിലൊക്കെ വരത്തുള്ളൂ. നിങ്ങളുടെ അവിടെ രാവിലെ മുതൽ മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ രാവിലെ തൊട്ട് മഴയാ. നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വരുമെന്ന് ഓർത്തിട്ട് ആരും എന്നെ കാണാൻ വന്നില്ല. എനിക്ക് സങ്കടമുണ്ട് ഇതിൽ. അടുത്ത ആഴ്ച എനിക്ക് എക്സാമാ. എനിക്കെൻ്റെ കൂട്ടുകാരനെയും മിസ്സുമാരനെയും ഒത്തിരി മിസ് ചെയ്യാനുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ അവധിയും പിന്നെ നെറ്റിനത് കൊണ്ടും. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ വരെ ഇത്ര ദിവസമൊന്നും പറ്റിയില്ല. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ചായയൊക്കെ റെഡിയായി. പിന്നെ ഞാനും ചക്കിയും കൂടെ ചായ കുടിക്കുകയാണ്. നിങ്ങളെല്ലാവരും രാവിലെ ചായ കുടിച്ചോ? പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരുന്നു, അതിനെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ഐസ് പോകാൻ. കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും വെള്ളത്തിലിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ഒരുപാട് പാത്രം കൂട്ടിയിടാതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ചിക്കൻ്റെ ഐസൊക്കെ പോയി. പിന്നെ ചിക്കൻ കഴുകി എടുക്കുവാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ പേര് ചോദിച്ചു ഇതെപ്പോഴും ചിക്കനാണോ എന്ന്. ഇവിടെ എൻ്റെ ചക്കിക്കും കിച്ചുമോനിക്കും എപ്പോഴും ചിക്കൻ വേണം. ചിക്കൻ ഇല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കലായ. അതുകൊണ്ട് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ചിക്കൻ വയ്ക്കുവേ. ആരൊക്കെ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും അവർക്ക് ചിക്കൻ നിർബന്ധമാണ്. ഡെയിലി ഇങ്ങനെ ചിക്കൻ കൂട്ടുമ്പം നിങ്ങൾക്കൊരു മടുപ്പില്ലെന്ന് ഞാൻ ഈ പിള്ളേരോട് ചോദിക്കും. അവർ പറയും അവർക്ക് ചിക്കൻ ഇല്ലെങ്കിലാ പ്രശ്നം. യാതൊരു പ്രശ്നവുമില്ല, എന്നും വേണമെന്ന് പറയുവേ. ചക്കിക്ക് ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞാൽ ചക്കി അന്നേരം ഇരുന്ന് കരയാൻ തുടങ്ങും. പിന്നെ ചിക്കൻ കഴിയൊക്കെ എടുത്ത് മസാലയൊക്കെ പുരട്ടി വെക്കാൻ പോവാണ്. ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചതിൻ്റെ കുറച്ച് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീരുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ വിനാഗിരി, ഇതെല്ലാം കൂടെ ഒഴിച്ചാണ് ചിക്കൻ മസാല പുരട്ടി വെക്കുന്നത്. കുറേ പേര് ചോദിച്ചായിരുന്നേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്നെക്കാളും അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി കറിയൊക്കെ വെക്കുന്നവരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാനാണെങ്കിൽ വലിയ കുക്കൊന്നും ചെയ്യുന്ന ഒരാളല്ല. അത്യാവശ്യത്തിന് വിശപ്പിന് എന്തെങ്കിലും കഴിക്കണമല്ലോ, അതിന് വേണ്ടിയാണ്. എനിക്ക് പണ്ടേ മടിയുള്ളൊരു കാര്യമായി കുക്കിങ്. എനിക്കാണെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എന്ത് ചെയ്യാനാ, ഇതിനൊക്കെ ഉണ്ടാക്കി കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചിലപ്പോൾ ഒക്കെ ഓർക്കും എൻ്റെ കിച്ചൺ ആർക്കെങ്കിലും റെൻറ്റിന് കൊടുത്തേക്കാവുമെന്ന്. എനിക്ക് ഫുഡ് മാത്രം തന്നാൽ മതി അവർ. എൻ്റെ കിച്ചനും വർക്ക് ഏരിയയും ആർക്കെങ്കിലും റെൻറ്റിന് വേണമെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് 3 നേരത്തെ ഫുഡ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കിച്ചൺ റെൻറ്റിന് കൊടുത്തേക്കാമെന്ന് പറയുന്ന കേട്ടപ്പോൾ ചക്കി ഇവിടെ ഭയങ്കര ചിരിയാണ്. അങ്ങനെ ഉണക്കമീനൊക്കെ വറുത്തെടുത്തു. അതിനുശേഷം ചിക്കനും വറുത്തെടുക്കുവാണ്. ഇന്ന് രാവിലെ മുതൽ എന്തൊരു മഴയല്ലേ. ഇന്നലത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മഴക്കാലമൊക്കെ പോയെന്ന്. ഇത് മുട്ടക്കറി വെക്കാൻ പോവാണ്. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്തെങ്കിലും ഒക്കെ ശകലം ഇട്ടിട്ട് മുട്ടയും ഇങ്ങനെ ഉടച്ചൂറ്റി ഇളക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കറിയാണ്. എനിക്ക് ചപ്പാത്തി ചുട്ട് കഴിക്കാൻ വേണ്ടി രാവിലെ എനിക്കും ചക്കിക്കും വേണ്ടി. കുറേ കൂട്ടുകാർ ചോദിച്ചു ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നതാണോ എന്ന്. അല്ല, ഞാൻ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ട് ചുട്ടെടുക്കുകയുള്ളേ. നിങ്ങൾ ഇതുപോലത്തെ കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം, ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വ്ളോഗുമായി വരാം.